അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ഒന്നും നീറ്റ് വന്നിട്ടില്ല. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് നീറ്റ് വന്നപ്പോൾ അപ്പോഴേക്കും അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചീനമുളകൊക്കെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ ചീനമുളകിൻ്റെ മരമൊക്കെ അങ്ങോട്ട് ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അമ്മ പൊട്ടിച്ച് കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ഒരു കറി വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ കുറച്ച് പാർട്സ് ഇരിപ്പുണ്ടായിരുന്നു. കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ട്, ഏട്ടൻ്റെ വീടിൻ്റെ കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാർട്സ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നേരെയാക്കി വെച്ച്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി കുക്കറിൽ അങ്ങോട്ട് വെച്ചു. പിന്നെ ഞാൻ നീറ്റ് വന്ന വഴിക്ക് തന്നെ ഞാൻ ആദ്യം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് സെറ്റാക്കി. പിന്നെ ഈ ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തക്കാളി അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലിങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ എണ്ണ കുറവാണെന്ന് കണ്ടപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ അങ്ങനെ ഈ കറിയൊക്കെ സെറ്റായിട്ട് വേണം ചായ കുടിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ച പാർട്സ് ഈ ചീനച്ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വഴറ്റി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇട്ട് കൊടുക്കണത്, മുളക് പൊടിയൊന്നും തോന്നുന്നു അല്ലേ, എന്തോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നോർമലി. അങ്ങനെ ഉപ്പും എരിവൊക്കെ നോക്കി കുഴപ്പമില്ല എന്ന് കണ്ടു. അങ്ങനെ ചായ കുടിക്കാൻ റെഡിയായിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിക്കാനിരുന്നപ്പോഴാണ് ഈ സാധനം ഒന്നും വെന്തിട്ടില്ല എന്ന് മനസ്സിലായത്. ഞാൻ കഷ്ണത്തിൻ്റെ വേവൊന്നും നോക്കിയില്ല. കഴിക്കാതിരുന്നപ്പോഴാണ് ഇത് വെന്തിട്ടില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഇതിനെടുത്ത് കുക്കറിലിട്ടിട്ട് നല്ല അങ്ങോട്ട് വേവിച്ചു കൊടുത്തേ. പിന്നെ ഇപ്പോൾ ഈ ഇടക്കണത് ഞാൻ ചക്കയാണ് കേട്ടോ, നല്ല തേൻവരിക്കയുടെ ചക്കയാണ്. അത് ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചേർക്കാണ്. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സിന്ദൂരൊക്കെ തൊട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.